വകുല്ലു ഷൈഇൻ ഇൻദഹു അജലി മുസമ്മ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിർണയിക്കപ്പെട്ട അവധിയുണ്ട്. അത് സംഭവിക്കുന്നവരെ അത് പോവും, അത് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും. വൽ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, അടുത്ത വാക്ക്. അതുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ പറയുക, കൂലി പ്രതീക്ഷിക്കാൻ പറയുക എന്ന്. നമുക്ക് സ്വന്തം മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചൊല്ലി അയച്ചിട്ട് കുട്ടി മരിക്കാറായിട്ടുണ്ട്, ജീവശ്വാസം അങ്ങെത്തിയിട്ടുണ്ട്, അങ്ങ് വരണം എന്ന് പറഞ്ഞ് വല്യപ്പയായ റസൂല് പറയുന്നത്, അള്ളാഹു ഓരോന്നിനും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്, ആ അവധി വന്നാൽ അത് നടക്കും. നൽകുന്നതും അള്ളാഹുവിൻ്റേത് തന്നെയാണ്, എടുക്കുന്നതും അള്ളാഹുവിൻ്റേത് തന്നെയാണ്, രണ്ടും അള്ളാഹുവിൻ്റേതാണ്. ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, പഠിച്ചു വെക്കുക. നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, കൂലി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുക. അതാണ് ഇതിലെ തത്വം. എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ പരലോകത്ത് നമ്മൾക്ക് കൂലി കിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് ഈ വിഷയങ്ങളിലൊക്കെ നമ്മളുടെ നിലപാട്. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൻ്റെ ചില സംഭവങ്ങൾ നോക്കുക. റസൂലുള്ളാഹിൻ്റെ എല്ലാ മക്കളും, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിക്കുകയുണ്ടായി. അവരൊക്കെ ഖബറിലേക്ക് വെച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ഒരു മകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിപ്പുള്ളത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്നെയും 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് മരിക്കുകയും ചെയ്തു. അതാണ് റസൂൽ. നിങ്ങൾ നോക്കൂ, നബിയുടെ ജീവിതത്തിൽ മുഴുവൻ മക്കളും ജീവിതകാലത്ത് മരിച്ചുപോയി, ഫാത്തിമ ഒഴികെ എല്ലാ മക്കളും മരിച്ചു. ക്ഷമാപൂർവ്വം റസൂൽ നിന്നു. നോക്കൂ, റസൂലിൻ്റെ ക്ഷമയുടെ കാര്യത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന, പ്രബോധന രംഗത്ത് അനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാടും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പുറമെയാണ് സ്വന്തം കുടുംബത്തിൽ മക്കളൊക്കെ മരിച്ചു പോകുന്നു, ആൺകുട്ടികളും മരിച്ചു. അപ്പോഴാണ് ആളുകൾ അബുത്തർ വാലറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. ആ കുട്ടി മാത്രം, ഫാത്തിമ മാത്രം ബാക്കി. അത് തന്നെ റസൂല് പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് റസൂല് ഫാത്തിമയുടെ ചെവിട്ടിൽ പറഞ്ഞ സ്വകാര്യത്തിലൊന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എന്നോട് വന്നു ചേരുക നീയായിരിക്കുമെന്നാണ്. ആ ഫാത്തിമ 6 മാസം മരിക്കുകയും ചെയ്തു. നോക്കിയതാണ് ജീവിതം. ഇതൊക്കെ അനുഭവിക്കും. നമ്മളീ പറയുന്ന, നമ്മളൊക്കെയും കേൾക്കുന്ന, നമ്മളൊക്കെയും അനുഭവിക്കും. ക്ഷമിക്കുകയല്ലാതെ വേറൊരു നിർവാഹമില്ല. അള്ളാഹുവിൻ്റെ വിധിയാണ്, കൂലി പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ. മാ മിൻ മുസ്ലിമി യമൂതു ലഹു സലാസത്തുൻ ലിയബ്ലുഗൽ ഇൻസ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മത്തിഹി. ഒരാളുടെ 3 മക്കൾ മരിച്ചാൽ, പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ ഒരാൾക്ക് മരിച്ചാൽ അതിൻ്റെ പേരിൽ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ റസൂൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മക്കൾ മരിച്ചതിൻ്റെ പേരിൽ ക്ഷമിക്കുകയും കൂലി പ്രതീക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഇടം നൽകും. ലാ യമുസ്സുഹുന്നാർ, നരകം അയാളെ സ്പർശിക്കുകയില്ല, നരകം അയാളെ സ്പർശിക്കില്ല. നമുക്ക് വിശ്വാസിയാണെങ്കിൽ അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം സ്പർശിക്കില്ല എന്ന്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ വന്നിട്ട് ചോദിച്ചു, റസൂലെ, അങ്ങയോടൊപ്പം ഏത് സമയത്തും പുരുഷന്മാർ മാത്രമാണുള്ളത്, ഏത് സമയത്തും പുരുഷന്മാരാണ്, അവർക്ക് താങ്കളോട് ചോദിക്കാനും പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ അവസരമുണ്ട്, കേൾക്കാനുണ്ട്, ഞങ്ങൾക്കതിന് ചാൻസ് കിട്ടുന്നില്ല, ഞങ്ങൾക്കും വേണം ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന ദിവസം ഞാൻ നിശ്ചയിച്ചിരുന്നു. ആ ദിവസം നിശ്ചയിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആളുടെ വീട്ടിൽ നിങ്ങളെല്ലാവരും സംഗമിക്കുക, ഒരു വനിതാ സംഗമം, എല്ലാവരും അവിടെ സംഗമിക്കുക, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. റസൂൽ അങ്ങോട്ട് ചെന്നു. സ്ത്രീകളൊക്കെ ആ വീട്ടിൽ കൂടി. അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നൊരു കാര്യം നോക്കൂ നിങ്ങൾ. മാ മിൻകും മിൻ ഇംറാത്തി ഇല്ലാ തഖ്ദിമു സലാസത മിനൽ വലദി ഇല്ലാ കാന ലഹു ഹിജാബൻ മിനൻ നാർ. നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉമ്മ 3 മക്കളെ മരിച്ചതിൻ്റെ പേരിൽ ക്ഷമിക്കുകയാണെങ്കിൽ
ആ മക്കൾ അവർക്ക് നരകത്തിൽ നിന്ന് ഹിജാബ്, ഒരു മറയായിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ യോഗമാണ്, ക്ലാസ്സാണ്. അപ്പോൾ അവരോട് പറയേണ്ട കാര്യം റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്, 3 മക്കൾ ഒരു ഉമ്മാക്ക് മരിച്ചു പോയാൽ ആ മക്കൾ ഉമ്മാക്ക് പരലോകത്തൊരു മറയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു, വസ്നൈൻ നബി 2 ആയാലോ? അങ്ങനെയാണല്ലോ, 2 ആയാലോ ചോദിച്ചു. റസൂൽ വസ്നൈൻ 2 ആയാലും അവർക്ക് അവർ മറയായിട്ട് നിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ മക്കളുടെ മരണത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല. എന്നാലും സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ പോകും. അതുവഴി അത് കിട്ടും. വേറൊന്നിൽ പരിഹാരമല്ല. തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, ആയുസ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. അപ്പോൾ ക്ഷമിക്കുക. റസൂൽ മകൾ സൈനബിനോട് പറഞ്ഞതുപോലെ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, ക്ഷമിക്കുക, കൂലി പ്രതീക്ഷിക്കുക. ക്ഷമിക്കുക, കൂലി പ്രതീക്ഷിക്കുക. ആ കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മടിയിൽ വെച്ച് വീണ്ടും പറഞ്ഞയച്ചപ്പോൾ, മടിയിൽ വെച്ച്, കുട്ടി നബിയുടെ മടിയിൽ വെച്ചാണ് മരിച്ചുപോയത്. നബിയും കരഞ്ഞുപോയി, പേരക്കുട്ടിയാണ്, കരഞ്ഞുപോയി. പക്ഷേ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് ക്ഷമിക്കുക, കൂലി പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കുട്ടികൾ മരിച്ചാലും 3 കുട്ടികൾ മരിച്ചാലും ഒക്കെ അവസ്ഥ അതാണ്. അബുൽ ഹൈസാൻ എന്ന് പറയുന്ന ഒരാൾ അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ 2 മക്കൾ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ 2 മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അബൂ ഹുറൈറയോടാണ് ചോദിക്കുന്നത്, എൻ്റെ 2 മക്കൾ മരിച്ചുപോയി, എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് റസൂൽ പറഞ്ഞതായിട്ട് പറയാൻ കഴിയും. അത് പിന്നെ ഉണ്ട്, റസൂൽ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നത് സിഗാറുഹും ദാമീസുൽ ജന്ന യതലഖാ അഹദുഹും അബാഹു. ഈ കൊച്ചു കുട്ടികൾ മരിച്ചാൽ അവർ സ്വർഗത്തിലെ പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെ പോലെ, ചെറുജീവികളെ പോലെ എല്ലായിടത്തും പാറിപ്പറന്ന് പാറിപ്പറന്ന് നടക്കുമെന്നാണ്. അതാണ് സ്വർഗത്തിൽ ഈ കുട്ടികളുടെ അവസ്ഥ. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളുടെ തുണി പിടിച്ച്, മുണ്ടു പിടിച്ച് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സഹാബി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം, നമ്മൾക്ക് നന്മ വരുന്ന എല്ലാ കാര്യവും അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മരണം ഒരു അനിവാര്യതയാണ്, നിർബന്ധമായും സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കുന്ന മരണത്തിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കാം, പരലോകത്ത് സ്വർഗം നേടാം. നമ്മളിവിടെ ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്താൽ പരലോകത്ത് സ്വർഗം കിട്ടാൻ അത് ഇടയാക്കുമെന്നാണ് പറയുന്നത്. നല്ല മക്കളെ വളർത്തിയെടുത്താൽ, അത് ഖുർആൻ പറയുന്നുണ്ട് പല ആയത്തുകളിലും, നല്ല മക്കളെ വളർത്തിയെടുത്താൽ പരലോകത്ത് സ്വർഗത്തിൽ അത് കുടുംബമായിട്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ്. നമുക്ക് നമ്മളൊരു കുടുംബമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മൾക്ക് നല്ല കുടുംബമാകണം, മനസ്സമാധാനം വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സ്വർഗത്തിലോ നല്ല മക്കളാണെങ്കിൽ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന. നോക്കുക, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുരിയ്യത്തുഹും ബിഇഹ്സാനിൻ, വിശ്വാസികളായ ആളുകൾ, നല്ല വിശ്വാസികളായ ആളുകൾ, അവരുടെ ദുരിയ്യത്ത്, മക്കൾ നല്ല മക്കളായിക്കൊണ്ട് അവരെ പിന്തുടർന്നാൽ, മാതാപിതാക്കൾ നല്ലവരാവുക, ഈമാനുള്ളവരാവുക, മക്കളും അവരെ പിന്തുടരുകയാണെങ്കിൽ റസൂൽ ഖുർആൻ പറയുന്നത് അവർക്ക് വേണ്ടി അൽഹഖ്നാഹും ബിഹിം ദുരിയ്യത്തുഹും, ആ മക്കളെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ ചേർത്ത് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ അമലിഹിം മിൻ ഷൈഇൻ, അവരുടെ ഒരു പ്രവർത്തനവും പാഴാക്കി കളയില്ല, എല്ലാവർക്കും അത് കൊടുക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നല്ല മാതാപിതാക്കൾ, അവർക്ക് സ്വർഗത്തിൽ പോകാം. മക്കൾ അവർ നല്ലവരാണെങ്കിൽ അവർ നിൽക്കുന്ന സ്വർഗത്തിലേക്ക് അവരെയും എത്തിച്ചു കൊടുക്കും. അവിടെയുള്ള വ്യത്യാസം, സ്വർഗത്തിലാണെങ്കിൽ തന്നെ പല ആളുകളും പല ഗ്രേഡുകളിലായിരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായത് നബിമാരുടെ സ്ഥാനമാണ്. ആ സ്ഥാനത്ത് നിൽക്കുന്നവരുണ്ടാവും, ശുഹദാക്കളുടെ പദവിയുള്ളവരുണ്ടാവും, സാധാരണമായ സ്വാലിഹികളുടെ പദവിയുള്ളവരുണ്ടാവും. ഏത് പദവിയിലെത്തിയാലും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്താണെങ്കിൽ പോലും മറ്റുള്ള നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഉണ്ടെങ്കിൽ
അവരേറ്റവും ഉയർന്ന ഗ്രേഡിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ സ്വർഗത്തിലാക്കാനും നമ്മൾക്കും സ്വർഗത്തിലാവാനും ഒന്നിച്ചൊരേ സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ, നമ്മളങ്ങനെയുള്ള പറയാറ്, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. ഇതുപോലുള്ള അപകട മരണങ്ങളും അല്ലാത്ത മരണങ്ങളും ഒക്കെയും നമ്മൾക്ക് പരലോകത്തേക്കുള്ള സമ്പാദ്യമാക്കാൻ കഴിയുന്നത് റസൂൽ മകളോട് പറഞ്ഞതുപോലെ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, ക്ഷമിക്കുക, കൂലി പ്രതീക്ഷിക്കുക. സർവശക്തൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.